Dear students, today we are going to discuss about Indian federalism, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവിധ തരത്തിലുള്ള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു അടുത്ത ഭാഗം എന്നുള്ള രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിലെ ലെജിസ്ലേറ്റീവ് റിലേഷൻസ്, നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള പ്രധാനപ്പെട്ട റിലേഷൻസ് എന്തെല്ലാമാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകളും തമ്മിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളതിൽ വരുന്നത് ആർട്ടിക്കിൾ 256 മുതൽ 263 വരെ, ആർട്ടിക്കിൾ 256 to 263 in Part 11 of the Constitution deal with the administrative relations between the center and the state. In addition, there are various other articles pertaining to the same matter. അപ്പോൾ പ്രധാനമായിട്ടും ആർട്ടിക്കിൾ 256 മുതൽ 263 വരെ പാർട്ട് 11 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ 11ാമത്തെ പാർട്ടിലാണ് ഈ ഒരു കാര്യം, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആർട്ടിക്കിളുകൾ, അതിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരുപാട് ആർട്ടിക്കിളുകളും മറ്റ് ആർട്ടിക്കിളുകളൊക്കെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിനുമായി ബന്ധപ്പെട്ട് പുതിയതായിട്ട് കടന്നു വരുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ഏതെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആ ഒരു രീതിയിലുള്ള അവതരണമാണ് ഈ ഒരു സ്ലൈഡിൽ ഉള്ളത്. ഒന്നാമത്തേത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവേഴ്സ്. നമ്മുടെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ടല്ലോ, അതായത് എക്സിക്യൂട്ടീവുകളുമായി ബന്ധപ്പെട്ട പവേഴ്സിന് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ നെക്സ്റ്റ് വൺ, ഒബ്ലിഗേഷൻസ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദി സെൻറ്റർ. Obligations of states and center. Then third one, center's direction to the state. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റുകളോടുള്ള ഒരുപാട് ഡയറക്ഷൻസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മ്യൂച്വൽ ഡെലഗേഷൻ ഓഫ് ഫങ്ഷൻസ്, അവരുടെ പ്രവർത്തനങ്ങളിലുള്ള പരസ്പര കൈമാറ്റങ്ങൾ. ദെൻ കോപ്പറേഷൻ ബിറ്റ്വീൻ ദി സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള കോപ്പറേഷൻ. ദെൻ നെക്സ്റ്റ് വൺ, എല്ലാവർക്കും അറിയാവുന്നൊരു പോയിൻ്റാണ് ഓൾ ഇന്ത്യ സർവീസ്. നമ്മൾ IAS, IPS പോലെയുള്ള 16ഓളം ഓൾ ഇന്ത്യ സർവീസുകളുണ്ട്. അപ്പം ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാനങ്ങളിലുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിൻ്റെ. ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം, നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഒരു ജുഡീഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുമായി ബന്ധപ്പെട്ടാണ്. ദെൻ റിലേഷൻസ് ഡ്യൂറിങ് ദി എമർജൻസീസ്, നമ്മുടെ അടിയന്തരാവസ്ഥ സമയത്ത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. ദെൻ അതർ പ്രൊവിഷൻസ്, മറ്റ് പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ, അതായത് നമ്മുടെ കേരളം ഒരു വിദേശ ആക്രമണം നേരിടുകയാണ്, അല്ലെങ്കിൽ ശ്രീലങ്ക തമിഴ്നാട് ഭാഗത്തേക്ക് ആക്രമിക്കുകയാണ്. അപ്പോൾ ആ സമയത്തുള്ള അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള റിലേഷൻസ് ഏതെല്ലാം രീതിയിലാണ് എന്നുള്ളതൊക്കെയാണ് അതർ പ്രൊവിഷൻസ് എന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസസ്, ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നീതി ആയോഗ് പോലെ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പം അതുമായി ബന്ധപ്പെട്ട സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ GST ഒക്കെ നിയമമാകുന്നതിന് മുമ്പ് GSTയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസസ് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ കമ്മീഷൻസ് വെച്ചിട്ടുള്ള ഡിസ്കഷൻസ്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ആ ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് പവേഴ്സ് ഹാസ് ബീൻ ഡിവൈഡഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ വളരെ ബ്രോഡായിട്ട് നമ്മുടെ രാജ്യത്ത് വിഭജനം നടത്തിയിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ
ഏതൊരു മേഖലയിലും ഉള്ളതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവിനെയും നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും. ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ എക്സ്റ്റെൻസ് ഓൺലി ദോസ് മാറ്റേഴ്സ് വിച്ച് ആർ മെൻഷൻഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ്. പക്ഷേ യൂണിയൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും യൂണിയൻ എക്സിക്യൂട്ടീവ്സ് കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. വിച്ച് ദ പാർലമെൻറ്റ് ഹാസ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. പാർലമെൻറ്റിന് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉള്ള ഭാഗങ്ങളിലായിരിക്കും യൂണിയൻ എക്സിക്യൂട്ടീവ് ഉണ്ടാവുക. ഇൻ അഡീഷൻ ദ യൂണിയൻ ക്യാൻ എക്സസൈസ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓവർ ദി സ്റ്റേറ്റ് ത്രൂ ദി ഫോളോവിങ് മെത്തേഡ്സ്. അപ്പോൾ താഴെ പറയുന്ന മെത്തേഡ്സ്, ഇനി പറയാൻ പോകുന്ന മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം, യൂണിയൻ ഗവൺമെൻറ്റിന്, നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, സംസ്ഥാനങ്ങളിലെ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് അധികാരങ്ങൾ അല്ലെങ്കിൽ അവർക്കും കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു ഇന്ത്യ പൂർണ്ണമായിട്ടും ഒരു ഫെഡറൽ സംവിധാനമല്ല, പക്ഷേ ഒരു ക്വാസി ഫെഡറൽ, അർദ്ധ ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. Then Article 256 of the Constitution specifies the respective obligations of the union and state governments and lays down. അപ്പോൾ നമ്മൾ ഈ ആർട്ടിക്കിൾ 256 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 256 പറയുന്നത് ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് എവറി സ്റ്റേറ്റ് ഷാൾ ബി എക്സസൈസ്ഡ് ആസ് ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് ദി ലോസ് മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ്. നമ്മുടെ സംസ്ഥാനങ്ങളിലായാലും യൂണിയൻ്റെ എക്സിക്യൂട്ടീവുകളായാലും അവരൊക്കെ വർക്ക് ചെയ്യുന്നത് പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ചാണ്. And any existing laws which apply in that state, and the executive power of the union shall extend to the giving of such direction to the state as may appear to the government of India to be necessary for the purpose. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള എക്സിക്യൂട്ടീവിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം കൈയാളുന്നത് യൂണിയൻ ഗവൺമെൻറ്റാണ്. യൂണിയൻ ഗവൺമെൻറ് ഏത് രീതിയിലാണോ പറയുന്നത് ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റിന് മാത്രമായിട്ടൊരു എക്സിക്യൂട്ടീവ് വരികയും ആ എക്സിക്യൂട്ടീവിനെ യൂണിയൻ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവരുടെ അധികാരങ്ങൾ കൊടുക്കുന്നതും ഇന്ത്യയിൽ എന്തുണ്ട്, തടസ്സങ്ങളുണ്ട്. ആ ഒരു രീതിയിൽ ഇന്ത്യയിലെ എക്സിക്യൂട്ടീവിന് പൂർണ്ണ അധികാരം, അവസാന അധികാരം അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവിൻ്റെ അല്ലെങ്കിൽ ഭരണഘടനാപരമായി അവർ നിശ്ചയിച്ചിട്ടുള്ള ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ആ ഒരു രീതിയിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡ് യൂണിയൻ എക്സിക്യൂട്ടീവ് തന്നെയാണ്. ദെൻ ആർട്ടിക്കിൾ 257, ആർട്ടിക്കിൾ 257 ഒന്നാമത്തെ ഭാഗം പറയുന്നത് ലേസ് ഡൗൺ ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് എവറി സ്റ്റേറ്റ് ഷാൾ ബി സോ എക്സസൈസ്ഡ് ആസ് നോട്ട് ഇംപെഡ് ഓർ പ്രജുഡൈസ് ദി എക്സസൈസ് ഓഫ് ദി എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദി യൂണിയൻ. അപ്പോൾ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും തരത്തിലുള്ള എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഒരിക്കലും യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ നിരാകരിക്കാനോ പാടില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് എവറി സ്റ്റേറ്റ് ഷാൾ ബി സോ എക്സസൈസ്ഡ് ആസ് നോട്ട് ടു ഇംപെഡ് ഓർ prejudice the exercise of the executive powers of the union, and the executive powers of the union shall extend to the giving of such directions to a state may appear. അതായത് ഏതൊരു സമയത്തും എന്ത് ചെയ്യാം, എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ ഷാൾ എക്സ്റ്റെൻഡ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ അധികാരം യൂണിയൻ എക്സിക്യൂട്ടീവിന് ഉണ്ടാകുമെന്നുള്ളതാണ്. അതാണ് പറയുന്നത് ദ പവേഴ്സ് ഓഫ് ദി യൂണിയൻ ഷാൾ എക്സ്റ്റെൻഡ് ടു ദി ഗിവിങ് ഓഫ് സച്ച് ഡയറക്ഷൻ ടു ദി സ്റ്റേറ്റ്. എപ്പോഴും സ്റ്റേറ്റിന് ഡയറക്ഷൻ കൊടുക്കുന്നത് ആരാണ്? യൂണിയൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പിയർ ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ബി നെസസറി ഫോർ ദി പർപ്പസ് വിത്തിൻ ദി സ്പിയർ കവേർഡ് ബൈ ദി സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ഗവൺമെൻറ് ക്യാൻ ഗിവ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു യൂണിയൻ ലിസ്റ്റിനെ കുറിച്ചും സ്റ്റേറ്റ് ലിസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ യൂണിയൻ ലിസ്റ്റിലുള്ള ഭാഗമായാലും സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഭാഗമായാലും ഏതൊരു കാര്യത്തിലായാലും സ്റ്റേറ്റുകൾക്ക്, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശം നൽകാനും അല്ലെങ്കിൽ അവരെ കൂടുതൽ പ്രാവർത്തികമാക്കാനും അവർക്ക് കൂടുതൽ ഉപദേശങ്ങൾ നൽകാനുമുള്ള അധികാരം യൂണിയൻ എക്സിക്യൂട്ടീവിന് ഉണ്ട്. ഇനി അതേപോലെ ആർട്ടിക്കിൾ 257 നാലാമത്തെ ഭാഗം ദ യൂണിയൻ ഗവൺമെൻറ് കാൾ ആൾസോ ഡയറക്ഷൻ ടു ദി സ്റ്റേറ്റ്സ് റിഗാർഡിംഗ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിക്ലെയർ ടു ബി ഓഫ് നാഷണൽ ഓർ മിലിറ്ററി ഇമ്പോർട്ടൻസ്. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മിലിറ്ററി എന്നുള്ള സംവിധാനം
ഇന്ത്യ രാജ്യത്ത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഭാഗമാണ്. അപ്പം അത്തരം ഭാഗങ്ങളിലും പിന്നെ കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട കാര്യവും യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകാനും അവർക്ക് അതിനുള്ള കൺസ്ട്രക്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഡയറക്ഷൻസ് നൽകാനുള്ള അധികാരം യൂണിയൻ ഗവൺമെൻറ്റിന്. നമ്മൾ ചർച്ച ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടതാണ്. The construction and maintenance of means of communication declared to be national or military importance. ദേശീയ പ്രാധാന്യമുള്ള വിഷയമായിരിക്കാം ചിലപ്പോൾ അത് മിലിറ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. ഏതൊരു കാര്യത്തിലും സംസ്ഥാനങ്ങൾക്ക് ഉപദേശം നൽകാനുള്ള അല്ലെങ്കിൽ ഡയറക്ഷൻസ് നൽകാനുള്ള ആ അധികാരം ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സെൻട്രൽ എക്സിക്യൂട്ടീവിന് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ പിന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് റെയിൽവേസ് വിത്തിൻ ദി സ്റ്റേറ്റ്. നമുക്കറിയാം റെയിൽവേയുമായി ബന്ധപ്പെട്ട റെയിൽവേക്ക് ഓരോ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് റെയിൽവേക്ക് അധികാരമില്ലെങ്കിലും അതിൻ്റെ സംരക്ഷണത്തിനും മറ്റുമൊക്കെ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടാനുള്ള അധികാരം ആർക്കുണ്ട്? യൂണിയൻ എക്സിക്യൂട്ടീവിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. Then in case of the state government fails to carry out any of the direction, അപ്പോൾ ഏതെങ്കിലും രീതിയിൽ യൂണിയൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പരിപാലിക്കാൻ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറ്റിയിട്ടില്ലെങ്കിൽ the president has been empowered by Article 365 of the Constitution to hold that the situation has arisen in which the government of the state cannot be carried on in accordance with the provisions of the Constitution. അപ്പോൾ പ്രസിഡന്റ് അവർ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞ രീതിയിൽ യൂണിയൻ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഭരണം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് പ്രസിഡൻറ്റിന് കണ്ടെത്താൻ പറ്റുന്ന ഒരു വകുപ്പ് ആർട്ടിക്കിൾ 365 ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ആർട്ടിക്കിൾ 356 എമർജൻസിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വകുപ്പുണ്ട്. 356 നമ്മുടെ രാജ്യത്ത് സ്റ്റേറ്റുകളിൽ സംസ്ഥാന ഭരണകൂടം ക്രമസമാധാനം പാലിക്കുന്നതിലോ മറ്റുമൊക്കെ പ്രയാസം നേരിട്ടാൽ അല്ലെങ്കിൽ അവർ ഫെയിലായാൽ ആർട്ടിക്കിൾ 356 അനുസരിച്ചിട്ട് പ്രസിഡൻറ്റിന് എന്തിനുള്ള അധികാരമുണ്ട്? എമർജൻസി പ്രഖ്യാപിക്കുവാനുള്ള അധികാരമുണ്ട്. President's rule may be imposed on the states. In such eventually the president shall assume to himself all or any of the functions of the state government. അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ പരാജയപ്പെട്ടാൽ അവിടെ പ്രസിഡൻഷ്യൽ റൂൾ സ്ഥാപിക്കുവാനുള്ള അവകാശം പ്രസിഡൻറ്റിന് ഉണ്ട്. ഈ ഒരു പ്രസിഡൻറ്റിനോട് ഈ ഒരു കാര്യം നിർദ്ദേശം ചെയ്യുന്നത് അപ്പോൾ കേന്ദ്ര എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഡെലഗേഷൻ ഓഫ് യൂണിയൻ ഫംഗ്ഷൻ ടു ദി സ്റ്റേറ്റ് ഈസ് ആൾസോ പ്രൊവൈഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ഡെലഗേഷൻ എന്ന് പറഞ്ഞാൽ പവർ ആർക്കാണ്? ഉയർന്ന അധികാരമുള്ളവർക്കാണ്. അവരിൽ നിന്നും പവർ താഴെത്തട്ടിലുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഡെലഗേഷൻ എന്ന് പറയുന്നത്. ഡെലഗേഷൻ ഓഫ് യൂണിയൻ ഫങ്ഷൻസ്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസിന് എന്ത് ചെയ്യാണ്? ഡെലഗേഷൻ ചെയ്യാണ്, കൈമാറ്റം ചെയ്യാണ് ടു ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് ആൾസോ പ്രൊവൈഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഒരു ഫങ്ഷൻ, ആ ഒരു രീതിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിലെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെലഗേഷൻ ഓഫ് പവർ. മ്യൂച്വൽ ഡെലഗേഷൻ ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും സംസ്ഥാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ ഡെലഗേഷൻ ചെയ്ത് പവർ സംസ്ഥാനങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ആ രീതിയിൽ സംസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരും. ഡെലഗേഷൻ ഓഫ് യൂണിയൻ ഫംഗ്ഷൻ ടു ദി സ്റ്റേറ്റ്സ് ഇസ് ആൾസോ പ്രൊവൈഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ദ പ്രസിഡന്റ് വിത്ത് ദി കൺസെൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ എൻട്രസ്റ്റ് ടു ദി ഓഫീസേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് എനി ഫംഗ്ഷൻ ഇൻ റെസ്പെക്ട് ടു എനി സബ്ജക്റ്റ്, ഏതെങ്കിലും ഫങ്ഷൻസ് ഏതെങ്കിലും സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഓവർ വിച്ച് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ എക്സ്റ്റെൻസ്. യൂണിയൻ പവറിനാണ് അതിൻ്റെ യഥാർത്ഥ പവർ കിടക്കുന്നതെങ്കിലും ചില സമയങ്ങളിൽ എന്ത് ചെയ്യും? ഡെലഗേഷൻ നടത്തുമ്പോൾ അതിൻ്റെ പവർ എന്ത് ചെയ്യും? സംസ്ഥാനങ്ങളിലേക്ക് കൂടി ബാധകമാകും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം വരുന്നത്.
ആ ഒരു രീതിയിൽ എന്തെങ്കിലും എക്സ്ട്രാ കോസ്റ്റ്, അതായത് സംസ്ഥാന ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ നിർവഹിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്ട്രാ കോസ്റ്റ് വരികയാണെങ്കിൽ സച്ച് ആൻ ഒബ്ലിഗേഷൻ ഈസ് ടു ബി പെയ്ഡ് ബൈ ദ യൂണിയൻ. ആ ഒരു സന്ദർഭത്തിൽ അതിനുള്ള ചിലവ് യൂണിയൻ ഗവൺമെൻറ് വഹിക്കും എന്നുള്ളതും ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഓൾ ഇന്ത്യ സർവീസസ്. ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം IAS, IPS, IFS പോലെയുള്ള ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്. നമ്മുടെ ഓരോ ജില്ലകളിലും കളക്ടർമാരുണ്ട്. നമ്മുടെ ഓരോ സംസ്ഥാനത്തും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരൊക്കെ ഭരണം നിർവഹിക്കുന്നത് അല്ലെങ്കിൽ ഇവരൊക്കെ ചുമതലകൾ വഹിക്കുന്നത് യഥാർത്ഥത്തിൽ യൂണിയൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കളക്ടർമാരെ നിയമിക്കുന്നത് അല്ലെങ്കിൽ കളക്ടർമാരെ തിരഞ്ഞെടുക്കുന്നത്, IAS, IPS ഓഫീസർമാരെയൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട കൺട്രോൾ കിടക്കുന്നത് UPSC അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് അവരെ എക്സാമിലൂടെ കണ്ടെത്തുന്നത്. എക്സാമിലൂടെ അവരെ ഏതെങ്കിലും തരത്തിൽ സിവിൽ സർവീസ് എക്സാം പാസ്സായിട്ട് അവർ IASഉം IPSഉം ഓഫീസർമാരൊക്കെ ആയിട്ട് വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഭരണം നടത്താനാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ IAS, IPS ഓഫീസർമാർ. IAS എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IPS എന്ന് പറയുമ്പം ഇന്ത്യൻ പോലീസ് സർവീസ്, അങ്ങനെ IFS ഇന്ത്യൻ ഫോറിൻ സർവീസ്, അങ്ങനെയുള്ള വിവിധ ഭാഗങ്ങൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റാണ്. അവർ ഇന്ത്യയാണ് പ്രതിനിധീകരിക്കുന്നത്. IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ സർവീസ് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഈ ഓൾ ഇന്ത്യ സർവീസിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ ഈ ഓൾ ഇന്ത്യ സർവീസ് എന്നുള്ളത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റ് പല വകുപ്പുകളുണ്ട്. അതേപോലെ ICS ഇന്ത്യൻ സിവിൽ സർവീസ്, പിന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സർവീസുകളുണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ നമ്മുടെ ഭരണരംഗവുമായി അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷനിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ദെൻ നമ്മുടെ സംസ്ഥാനങ്ങളിലുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ, PSCകൾ. നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഉണ്ട്. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മേധാവിയെ ആ ഒരു സ്ഥാനത്ത് അവരോധിക്കുന്നത് ഗവർണറായിരിക്കും. ഗവർണർ എന്ന് പറയുമ്പം അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റായിട്ടാണ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ആ ഒരു മേഖലയിലും ഈ സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൻ്റെ മേലും യൂണിയൻ ഗവൺമെൻറ്റിന് കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ട്. ദെൻ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം. നമ്മുടെ രാജ്യത്ത് ഒരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ട്, സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് ഹൈക്കോടതിയാണ്. ദെൻ ഹൈക്കോടതിയിൽ നമുക്ക് കൃത്യമായിട്ട് നീതി ലഭ്യമായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സുപ്രീം കോടതിയെ സമീപിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ കൃത്യമായി ഒരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനങ്ങളും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതിയിലായിരിക്കും. ആ ഒരു രീതിയിൽ ഇനി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ്. അതും ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിൽ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ റിലേഷൻ ഡ്യൂറിങ് എമർജൻസി. നമ്മുടെ രാജ്യത്ത് എമർജൻസിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ വരാറുണ്ട്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട്. അടിയന്തരാവസ്ഥ സമയമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾ 352 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമ്മൾ മറ്റൊരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 352 ഉണ്ട് വകുപ്പ്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 356 ഉണ്ട്, ആർട്ടിക്കിൾ 360 ഉണ്ട്. അപ്പോൾ ഈ 3 അടിയന്തരാവസ്ഥ പ്രധാനമായിട്ടും ഇൻറ്റേർണൽ എമർജൻസി അല്ലെങ്കിൽ നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ, ദെൻ സ്റ്റേറ്റ് എമർജൻസി, സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നത്, ദെൻ ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി. അങ്ങനെ 3 തരത്തിലുള്ള എമർജൻസീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്നുള്ളതിൽ. ദെൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രസിഡൻറ്റ് വിത്ത് പവർ ഓഫ് എസ്റ്റാബ്ലിഷ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ. പരസ്പരം ചില ഭാഗങ്ങളുണ്ട്. നമ്മളതിൽ ഒരു ഭാഗത്തിൽ പരസ്പരം മ്യൂച്വൽ കോപ്പറേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഒരു മ്യൂച്വൽ കോർപ്പറേഷൻ, അതായത് സഹകരണം പല ഭാഗത്തും വേണ്ടി വരും. സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ
പല സമയത്തും സഹകരണം വേണ്ടി വരും. ആ ഒരു രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കമ്മീഷൻസിനെ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ വെക്കണമെങ്കിൽ അതിനൊക്കെ പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ വെസ്റ്റ് പ്രസിഡൻറ്റ് വിത്ത് ദ പവർ ടു എസ്റ്റാബ്ലിഷ് ആൻ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഒരു ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിലുള്ള അധികാരങ്ങൾ ആർക്കുണ്ട്? പ്രസിഡൻറ്റിന്. ടു ബ്രിങ് അബൌട്ട് കോഓർഡിനേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ വെക്കാം. അങ്ങനെയുള്ള ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽസ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 263 വിച്ച് ഡീൽസ് വിത്ത് ദി ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ. ആർട്ടിക്കിൾ 263 ആണ് ഈ ഒരു ഭാഗം, ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 263 ആണ് ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് at any time it appears to the president that the public interest would be served by the establishment of council charged with the duty. അതായത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഫ് എനി ടൈം ഇറ്റ് അപ്പിയേഴ്സ് ടു ദി പ്രസിഡൻറ്റ് ദാറ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്, ഒരു പൊതുജന താല്പര്യം എന്നുള്ള രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ വരുമ്പോൾ അവർ ഒരു ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ടാക്കിയ ചർച്ച ചെയ്യാനുള്ള ഒരു അധികാരം പ്രസിഡൻറ്റിന് ഉണ്ട്. ദെൻ അതിൽ പറയുന്ന ഭാഗങ്ങൾ, ഒന്നാമത്തത് inquiring into and advising upon disputes which have arisen between the states. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ, ഇപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ കേരളവും കർണാടകവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് വിച്ച് ഹാവ് എറൈസൺ ബിറ്റ്വീൻ ദി സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ വെക്കാനുള്ള അധികാരം പ്രസിഡൻറ്റിനുണ്ട്. ദെൻ ബി ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് ഡിസ്കഷൻ സബ്ജക്റ്റ് ഇൻ വിച്ച് സം ഓർ ഓൾ ഓഫ് ദി സ്റ്റേറ്റ്. ഏതെങ്കിലും കുറച്ച് സംസ്ഥാനങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഒരു ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. ദെൻ making recommendations upon any such subject, in particular recommendations for the better coordination of policy and actions with respect to the subject. ഏതെങ്കിലും സബ്ജക്റ്റിൽ വളരെ കൃത്യമായിട്ട് പോളിസികൾ എടുക്കുന്നതിന് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് നൽകുന്നതിന് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിന് വെക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രാതിനിധ്യമുള്ള കൗൺസിലായിരിക്കും. ഇതൊക്കെ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസുമായി ബന്ധപ്പെട്ടാണ്. ആർട്ടിക്കിൾ 263 ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. Then the Constitution has authorized the Parliament to make laws for the adjudication of the disputes relating to interstate rivers. അപ്പോൾ നമ്മളെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്നമുണ്ട് നമ്മുടെ കേരളം തമിഴ്നാടും തമ്മിൽ, പിന്നെ കാവേരി നദീജല പ്രശ്നങ്ങളുണ്ട് തമിഴ്നാടും കർണാടകയും തമ്മിൽ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പരസ്പരം സംസ്ഥാനങ്ങൾ തമ്മിലുണ്ടാവും. പിന്നെ വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം സമയങ്ങളിലൊക്കെ അതിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഓതറൈസ്ഡ് ദ പാർലമെൻറ്റ് ടു മേക്ക് ലോസ്. അപ്പോൾ ഇത്തരം സമയത്തൊക്കെ പാർലമെൻറ്റിന് എന്തുണ്ട്? രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പാർലമെൻറ്റിനാണ് കൂടുതൽ അധികാരമുള്ളത്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല. ദ പാർലമെൻറ്റ് ഈസ് ഓൾസോ ഓതറൈസ്ഡ് ടു എക്സ്ക്ലൂഡ് സച്ച് ഡിസ്പ്യൂട്ട്സ് ഫ്രം ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കോർട്സ് ഇൻക്ലൂഡിംഗ് ദി സുപ്രീം കോർട്ട് ത്രൂ ദി എനാക്ട്മെൻറ്റ് ഓഫ് നെസസറി ലോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കൃത്യമായ നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട് എന്നാണ് പറയുന്നത്. Then Article 307 of the Constitution can also set up Interstate Commerce Commission. ഒരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കൊമേഴ്സ് കമ്മീഷൻ, ഇൻ്റർ സ്റ്റേറ്റ് കൊമേഴ്സ് കമ്മീഷനെ നിർണ്ണയിക്കുവാൻ അല്ലെങ്കിൽ അവരെ ഒരു ഇൻ്റർ സ്റ്റേറ്റ് കൊമേഴ്സ് കമ്മീഷനെ ഉണ്ടാക്കുന്നതിനുള്ള അധികാരമുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ആൾസോ സെറ്റ് അപ്പ് an interstate commerce commission or any other such authority which it consider appropriate for the enforcing the provisions of the constitution with regard interstate trade and commerce. അപ്പോൾ നമ്മൾ പരസ്പരം സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള പുരോഗമനം വേണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചർച്ച ചെയ്യണമെങ്കിൽ അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു സംവിധാനമായിട്ട് ഒരു ഇൻ്റർസ്റ്റേറ്റ് കൊമേഴ്സ് കമ്മീഷനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിശ്ചയിക്കാം. ദ പാർലമെൻറ്റ് ആർട്ടിക്കിൾ 307 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 307 അനുസരിച്ച് ഇൻ്റർ സ്റ്റേറ്റ് കൊമേഴ്സ് കമ്മീഷനെ നിശ്ചയിക്കുവാനുള്ള അധികാരമുണ്ട്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസുമായി ബന്ധപ്പെട്ട്. ഇത് വളരെ വൈഡായിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് എക്സാമിന് ഇത്രയൊന്നും ചോദിക്കാറില്ല, വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളുണ്ട്.
ആ ഭാഗങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഈ ഒരു ഭാഗം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഭാഗം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒബ്ലിഗേഷൻസ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദി സെൻറ്റർ, പിന്നീട് സെൻറ്റേഴ്സ് ഡയറക്ഷൻ ടു ദി സ്റ്റേറ്റ്, മ്യൂച്വൽ ഡെലിഗേഷൻ ഓഫ് ഫങ്ഷൻസ്, കോപ്പറേഷൻ ബിറ്റ്വീൻ ദി സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്, ഓൾ ഇന്ത്യ സർവീസ്, പബ്ലിക് സർവീസ് കമ്മീഷൻസ്, ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം, റിലേഷൻസ് ഡ്യൂറിങ് എമർജൻസീസ്, അതർ പ്രൊവിഷൻസ്, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസസ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ ചർച്ചയ്ക്ക് വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് മടങ്ങുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.